ഇത് സുധാകരനും സതീശനും തമ്മിലുള്ള പ്രശ്നമല്ല. നാളിതുവരെയും കാണാത്ത ഐക്യത്തിലും കെട്ടുറപ്പിലും UDF മുന്നോട്ട് കുതിക്കുകയായിരുന്നു. സതീശൻ അയാളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അടുക്കോടും ചിട്ടയോടും വൃത്തിയായും ഭംഗിയായും നിറവേറ്റുകയായിരുന്നു. അതിനിടയിൽ പണി എടുക്കുകയുമില്ല, എടുപ്പിക്കുകയുമില്ല എന്ന് തീരുമാനിച്ച ചിലരാണ് ഇപ്പോഴത്തെ കുത്തിത്തിരിപ്പുകൾക്ക് പിന്നിൽ. ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവർത്തകർ മിഷൻ 2025 നോക്കിക്കാണുന്നത്. കാരണം അതിന്റെ അമരക്കാരൻ പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നിട്ടും ഉപതെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുമെല്ലാം UDFന് മിന്നും ജയം സമ്മാനിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ജീവച്ഛവുമായിരുന്ന ഒരു പാർട്ടി സംവിധാനത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വിജയദാഹമുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ അയാൾ ഒഴുക്കിയ വിയർപ്പിന് കണക്കില്ല. ആവശ്യത്തിന് പണമോ സംവിധാനങ്ങളോ മാധ്യമ പരിഗണനയോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് അയാൾ ഈ വിജയങ്ങളൊക്കെയും സാധ്യമാക്കിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും ഫലപ്രദമായി നേരിടാനും ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പ്രവർത്തകരും അയാളും കൈമേയി മറന്നു പ്രവർത്തിക്കുന്നതിനിടെ KPCC യോഗത്തിൽ പോലും വിവരങ്ങളടക്കം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരോട് സഹതാപം മാത്രമാണ്. കാരണം നിങ്ങൾ മുറിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ്.